ഈ കാപ്പ കേസ് പ്രതിയായ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് LDF UDF കൗൺസിലർമാർ കോർപ്പറേഷനിൽ കയ്യാങ്കളിയൊക്കെ നടത്തുമ്പോൾ ഈ രീതിയിലൊക്കെ തമ്മിൽ തല്ല് വീണ്ടും ഉണ്ടാകുമ്പോൾ ഇതേ യുദ്ധം തന്നെ തെരുവിലും നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കയ്യാങ്കളിയല്ല, ഫ്ലെക്സ് ആണ് നായകൻ. എന്താണെന്ന് TS ഹരികൃഷ്ണ പറയും. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തുന്ന ഓരോ പൊതുജനത്തിനും ഇവിടുത്തെ പൊളിറ്റിക്കൽ ഫൈറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കവാടത്തിന് മുൻവശത്ത് തന്നെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഗുണ്ടാ നേതാവിൻ്റെ കാപ്പ കേസിലേക്കുള്ള നാൾവഴികൾ. ഈ കൗൺസിലിലെ പ്രതിഷേധത്തിനൊക്കെ കാരണം സുഗതൻ വിഷയമാണ്. സുഗതനെതിരെ 19 കേസുകൾ, 5 വധശ്രമ കേസ്. അങ്ങനെ കാപ്പ കേസിൽ ജയിലിലടക്കപ്പെട്ട BJP കൗൺസിലർ സുഗതനെ കൗൺസിലിൽ നിന്ന് പുറത്താക്കുക എന്നാവശ്യപ്പെട്ട് CPMന്റെ പാളയം ഏരിയ കമ്മിറ്റി വെച്ച ഫ്ലെക്സാണ് ഒരു വശത്ത്. മറ്റൊരു വശത്തേക്ക് പോയാൽ കോർപ്പറേഷന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം LDFന്റെ ജൂൺ 23 ആരംഭിച്ചു. അതിൻ്റെ ഫ്ലെക്സാണ്. ഇതിലും ആവശ്യം സുഗതനെ പുറത്താക്കുക എന്നുള്ളതാണ്. അവരുടെ സത്യാഗ്രഹ സമരത്തിന്റെ പന്തൽ 2 വശത്തായി നാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ LDFന്റെ പ്രതിഷേധം എത്രത്തോളം ഉണ്ട് എന്ന് ഇവിടെ വരുന്ന ഓരോ പൊതുജനത്തിനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. UDFന്റെ ഭാഗത്തു നിന്നും സുഗതനെതിരായിട്ടുള്ള പ്രതിഷേധം വ്യാപകമാവുകയാണ്. കൗൺസിലിൽ കണ്ടത് മാത്രമല്ല, ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്തും UDFന്റെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. പക്ഷേ ഇരുഭാഗത്തു നിന്നും ഇങ്ങനെ പ്രതിഷേധം മുന്നോട്ട് വരുമ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് സുഗതനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ്, സംരക്ഷിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഉത്തരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എതിർവശത്ത് കാണുന്ന ആ ഫ്ലെക്സ്. കൂടെയുണ്ട് കൗൺസിലർ R സുഗതൻ ഐക്യദാർഢ്യം എന്ന് BJP കൗൺസിൽ പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പേരിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. ഇങ്ങനെ ഫ്ലെക്സുകൾ നിരത്തിയിട്ടുണ്ട്. ആ ഫ്ലെക്സുകൾ പറയുന്നതെല്ലാം രാഷ്ട്രീയമാണ്. കൗൺസിൽ യോഗത്തിൽ അടിയും പിടിയും ഒക്കെ നടക്കുമ്പോൾ, ഇത്രയും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം നടക്കുമ്പോൾ ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം. ജയചന്ദ്രൻ പുല്ലമ്പാരക്കൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.